ആ വർഷം തന്നെ അടുത്തൊരു സിനിമ ചെയ്യാൻ പറ്റി, തിരുത്തൽവാദി എന്നുള്ളൊരു സിനിമ. അത് പറഞ്ഞ പോലെ കല്ലു ഡെന്നീസാണ് എൻ്റെ ഒരു തിരക്കഥ. നേരത്തെ ന്യൂ ഇയർ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത എവർഷൈന് വേണ്ടിയിട്ടാണ് ആ സിനിമ ആലോചിക്കുന്നത്. കാലപ്പട എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത അലക്സ് പറഞ്ഞൊരു കഥയുടെ ഐഡിയ ആണത്. ആ ഐഡിയയിൽ നിന്നാണ് ആ സിനിമ രൂപപ്പെടുന്നത്. കല്യാണം കഴിക്കാൻ വേണ്ടി കുറേ കണ്ടീഷൻ വയ്ക്കുന്ന ഒരാളും അയാളെ കളിപ്പിച്ചിട്ട് കല്യാണം കഴിപ്പിക്കുന്ന ഒരു കഥ. അപ്പോൾ സിദ്ദിഖും ജഗദീഷിനെ തന്നെ അഭിനയിപ്പിക്കാൻ തീരുമാനിക്കുന്നു. നായികയായിട്ട് ഉർവശിയെ തീരുമാനിക്കുന്നു. അങ്ങനെ എവർഷൈൻ ചെയ്യാനെല്ലാം തീരുമാനിച്ച സമയത്ത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെച്ചിട്ട് എവർഷൈൻ ആ സിനിമ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അവരുടെ ചില ഫാമിലി ഇഷ്യൂസും ചില പാർട്ടീഷനും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മണിയണ്ണനെ വിളിക്കുന്ന SST സുബ്രഹ്മണ്യം, അദ്ദേഹമാണ് എവർഷൈൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹം എന്നെ വിളിച്ച് പറയുന്നു, തമ്പി എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, ഇപ്പോൾ ഈ പടം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ തമ്പി പേടിക്കണ്ട, പടം നടക്കും, ഞാൻ അതിനെല്ലാം സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പുതിയൊരു പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ് ആ സിനിമയ്ക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അതാണ് മുദ്ര ഫിലിംസ്, മുദ്ര ശശി. അപ്പോൾ അദ്ദേഹം സത്യനന്ദിക്കാടിന് ഒന്നിനൊരു സിനിമകളൊക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുദ്ര ശശി വരുന്നു. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, നേരത്തെ ഈ സമയത്താണ് പരിചയപ്പെടുന്നത്. അങ്ങനെ മുദ്ര ശശി ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തു. അപ്പം അതിൽ 4 പാട്ടുകൾ ആലോചിച്ചു. 4 പാട്ടുകൾ. അപ്പം SP വെങ്കടേഷാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ SP വെങ്കടേഷ് എൻ്റെ സിനിമയിലേക്ക് കടന്നു വരുന്നത് ഈ സൂര്യമാനസം എന്ന സിനിമ റീ റെക്കോർഡിങ് അന്ന് കീരവാണിക്ക് ചെയ്യാൻ പറ്റില്ല. കീരവാണി വേറെ ഒരു സിനിമയുടെ അഴകൻ്റെ തിരക്കിലായിരുന്നു തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് SP വെങ്കടേഷാണ് അതിന് മ്യൂസിക് ചെയ്യുന്നത്, റീ റെക്കോർഡിങ് ചെയ്യുന്നത്. അപ്പം ഭയങ്കര എനർജറ്റിക് ആയിട്ടൊരു ചെറുപ്പക്കാരൻ. ഞാൻ എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പുള്ളി. ശ്യാംജിയാണ് അതിന് മുമ്പുള്ള എൻ്റെ പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വെങ്കടേഷ്, ഈ പറഞ്ഞ ഈ SP വെങ്കടേഷ് സൂര്യമാനസത്തിലാണ് ആദ്യമായിട്ട് വന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. റെക്കോർഡിങ് രസം വെച്ചാൽ അതിൽ നല്ലൊരു തീം മ്യൂസിക് ഉണ്ടായിരുന്നു. ആ തീം മ്യൂസിക് പിന്നെ വെങ്കടേഷ് എടുത്ത് പ്രിയൻ്റെ ഒരു പടത്തിൽ ഊട്ടിപ്പട്ടണം എന്നുള്ള ഒരു പാട്ടുണ്ട് അതിൽ. ആ പടത്തിലേക്ക് വേണ്ടിയിട്ട് ഈ സൂര്യമാനസത്തിലെ മമ്മൂക്കയുടെ ആ തീം മ്യൂസിക്കാണ് എടുത്ത് പുള്ളി അതിനെ പാട്ടാക്കി മാറ്റി ഊട്ടിപ്പട്ടണം പാട്ട് ചെയ്തത്. അപ്പോൾ ആ SP വെങ്കടേഷിനെ അവിടെ വെച്ച് പരിചയപ്പെടുന്നു. അപ്പം SP വെങ്കടേഷും അവിടെ ഗിരീഷ് പുത്തഞ്ചേരി ആ സമയത്ത് അവിടെ വരുന്നു. വന്നിട്ട് ഗിരീഷ് പുത്തഞ്ചേരി SP വെങ്കടേഷും കൂടെ ചേർന്ന് ഈ രഞ്ജിത്തിൻ്റെ ഇടപാടിലാണ് ജോണി വാക്കർ എന്ന് പറഞ്ഞ് ജയരാജ് ഡയറക്റ്റ് ചെയ്ത പടം. അതിൽ SP വെങ്കടേഷിൻ്റെ മ്യൂസിക്കിൽ ഗിരീഷ് പുത്തഞ്ചേരി പാട്ട് എഴുതുന്നു. ശാന്തമീ രാത്രിയിൽ എന്നുള്ള വലിയ ഹിറ്റായൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ടെല്ലാം കഴിഞ്ഞു. അങ്ങനെ SP വെങ്കടേഷിനെ എനിക്ക് പരിചയം. അപ്പോൾ SP വെങ്കടേഷിനെ ഇതിലെ മ്യൂസിക് ഡയറക്ടറാക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും ഇപ്പം പണ്ട് രാജകുമാരിയാണെങ്കിൽ ശ്യാംജിയാണ് ചെയ്തത്. അപ്പോൾ തിരുത്തൽവാദിയിൽ SP വെങ്കടേഷിനെ മ്യൂസിക് ഡയറക്ടറാക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. അപ്പം അപ്പം ഈ മുദ്രശശി വരുന്നതിന് മുമ്പ് തന്നെയാണ് എവർഷൈൻ മണിയണ്ണൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ SP വെങ്കടേഷ് വരുന്നതും കമ്പോസിങ് നടക്കുന്നതൊക്കെ. അങ്ങനെ SP വെങ്കടേഷ് വന്നു. പാട്ട് ആരെ കൊണ്ട് എഴുതിക്കാം. അപ്പോൾ ആ സമയത്ത് ഗിരീഷ് യാദൃശ്യമായിട്ട് അവിടെ വരുന്നു, ഗിരീഷ് പുത്തഞ്ചേരി. അപ്പോൾ ഗിരീഷ് ജോണി വാക്കറിനൊരു ഹിറ്റ് പാട്ട് എഴുതിയെങ്കിലും ഒരാൾ പോലും ഗിരീഷിനെ അടുത്തൊരു പാട്ട് കിട്ടിയിട്ടില്ല. ഒരാൾ പോലും ഗിരീഷിനെ വിളിച്ചിട്ടില്ല ഒരു പാട്ട് എഴുതാൻ വേണ്ടി. അപ്പോൾ ഗിരീഷ് എന്നെ തമ്പി സാറേ എന്നാണ് വിളിക്കുന്നത്. തമ്പി സാറേ, ഞാൻ നല്ലൊരു പാട്ട് എഴുതിയിട്ടും 6 മാസം കഴിഞ്ഞിട്ട് ഒരാൾ പോലും എന്നൊരു പാട്ടിന് വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ വിഷമത്തിലാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിക്കണ്ട, ഈ പടത്തിൽ 4 പാട്ടും ഗിരീഷ് തന്നെ എഴുതും. അങ്ങനെയാണ് ജോണി വാക്കർ കഴിഞ്ഞിട്ട് ഗിരീഷ് പാട്ട് എഴുതുന്നതാണ് തിരുത്തൽവാദി. അതിൽ 4 പാട്ടുണ്ട്. എല്ലാം നല്ല പാട്ടുകളാണ്. തങ്കക്കസവണിയും എന്ന് പറഞ്ഞിട്ടൊരു ദാസേട്ടൻ പാടിയ പാട്ട്. പിന്നെ അതിൽ രസമൊരു പാട്ടുണ്ട്. അതിലൊരു ജഗദീഷും നായികയും കൂടെ അഭിനയിക്കുന്നൊരു പാട്ട്, മഞ്ചാടി ചൊപ്പ് മിനുങ്ങും എന്നൊരു പാട്ട്. അപ്പോൾ ആ പാട്ട് ആരെ കൊണ്ട് പാടിക്കണം? അപ്പോൾ എനിക്ക് വെറുതെ അപ്പം നമ്മുടെ എപ്പോഴും സെറ്റിലൊക്കെ ഒന്ന് പാടുകയും നമ്മുടെ ലെഷർ ടൈമിലൊക്കെ ഇങ്ങനെ സിദ്ദിഖ് എപ്പോഴും പാട്ട് പാടും ഇങ്ങനെ. അപ്പോൾ സിദ്ദിഖ് എന്ന് വെച്ചാൽ സ്റ്റോറി ഡിസ്കഷൻ ആയാലും ശരി, കമ്പോസിങ് ആയാലും ശരി, സിദ്ദിഖ് ഫ്രീ ആണെങ്കിൽ എപ്പോഴും ഞാൻ എവിടെ ഉണ്ടോ എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കമ്പോസിങ് നടക്കുമ്പോഴും വരും. അപ്പോൾ വെങ്കടേഷ് ഈ കമ്പോസ് ചെയ്യുന്നൊരു പ്രത്യേക രീതിയിലാണ്. പുള്ളി നമ്മളെ പാട്ട് പാടി നമ്മളെ അങ്ങ് സൂചിപ്പിക്കുന്നത്, അതായത് നമ്മളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പുള്ളി ഒരു തലയെ കാട്ടി, അതായത് ഗംഭീരമായിട്ടാണ് പുള്ളി തന്നെ ആദ്യം പറയും പാട്ട്.
ഈ ട്യൂൺ ഗംഭീരമായിട്ടുണ്ട് എന്ന് പുള്ളി തന്നെ പുള്ളിയുടെ ആംഗ്യ ചലനങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തും. അപ്പോൾ സിദ്ദിഖ് അതിനൊക്കെ ഇങ്ങനെ തമാശയായിട്ട് ഇങ്ങനെ പറയും. ഞാൻ മിണ്ടരുത് ഒന്ന്, ഈ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നീ കളിയാക്കുന്ന പാട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറയും. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പാട്ട് സിദ്ദിഖിനോട് പാടിച്ചാലോ എന്നിങ്ങനൊരു ആലോചന. സിദ്ദിഖ് അയ്യോ എനിക്ക് വയ്യ, അവൻ പാടി നോക്ക്, കൊള്ളിലേന്ന് മാറ്റം, ആരും അറിയാനൊന്നും പോകുന്നില്ലല്ലോ, താൻ ട്രാക്ക് പോലെ പാടി നോക്ക്. അങ്ങനെ മദ്രാസിലാണ് റെക്കോർഡിങ്. അപ്പോൾ റെക്കോർഡിങ്ങിന് വേണ്ടി ആ ഒരു ഡ്യുവറ്റാണത്. ഡ്യുവറ്റ് ഗിരീഷും ഞാനും SP വെങ്കടേഷും സിദ്ദിഖും എല്ലാം മദ്രാസിലുണ്ട്. അപ്പോൾ ചിത്രയാണ് സിദ്ദിഖിൻ്റെ കൂടെ പാടേണ്ടത്. സിദ്ദിഖ് പറഞ്ഞു ഒരു രക്ഷയില്ല, ഞാൻ ലൈവായിട്ട് പാടില്ല, ചിത്രയെ കണ്ടാൽ എനിക്ക് പാട്ട് പോയിട്ട് ഒരു അക്ഷരം വെളി വരില്ല, തമ്പി എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. ശരി, അവന് ചിത്രയുടെ മാത്രം പാട്ട് ട്രാക്ക് എടുത്തു. ചിത്ര പാടിയിട്ട് പോയി, നീ സിദ്ദിഖിനോട് പാടിക്കണം. അപ്പോൾ സിദ്ദിഖ് ഇങ്ങനെ, അപ്പം അതിനിടയ്ക്ക് സിദ്ദിഖിന് പാട്ട് പഠിപ്പിച്ചു കൊടുക്കുക വെങ്കടേഷ് ഇങ്ങനെ. അപ്പോൾ ഈ സിദ്ദിഖിനെ സംബന്ധിച്ചാൽ വെങ്കടേഷ് ഇങ്ങനെ ആക്ഷൻ കാണിച്ച് പാടുമ്പോൾ സിദ്ദിഖ് എന്നെ ഇങ്ങനെ നോക്കും, എനിക്കാണെങ്കിൽ ചിരിയും വരും. അപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം സിദ്ദിഖ് ഇങ്ങനെ അപ്പോഴും കളിയാക്കുന്നുണ്ട് വെങ്കടേഷിനെ ഇങ്ങോട്ട്. ഗിരീഷ് പുത്തഞ്ചേരി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ സിദ്ദിഖ് പാടാൻ കയറുകയാണ്. അതുവരെ ഇങ്ങനെ ചവറ് പോലെ പാടിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ചുമ്മാ എല്ലാ പാട്ടും ഇങ്ങനെ പാടി. ഇയാൾ ഈ മൈക്കിൻ്റെ മുമ്പ് നിന്നിട്ട് ഇയാൾക്കൊരു അക്ഷരം പുറത്തു വരുന്നില്ല, ഇയാൾക്ക് പാടാൻ പറ്റുന്നില്ല, ഇയാൾക്ക് വെപ്രാളം, ഒരു അക്ഷരം പുറത്തു വരുന്നില്ല. അവസാനം കുറേ ഇപ്പം വെങ്കടേഷ് പാടുങ്ക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നും ശബ്ദം വിളി വരുന്നില്ല. ഞാൻ എന്താ ചെയ്യേ, ഇനി വെള്ളം വേണം എന്നാൽ പറഞ്ഞ് ചൂടുവെള്ളം കൊണ്ട് കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഉച്ചയായപ്പോഴത്തേക്കും പാടാൻ പറ്റുന്നില്ല. ഇറങ്ങി വന്നു ഞാൻ എന്ത് പറ്റി, എനിക്ക് എന്താ അറിയില്ല തമ്പി, എനിക്ക് പറ്റുന്നില്ല. ഞാൻ എന്തിക്ക് എന്തിനും ടെൻഷൻ അടിക്കുന്നത്, താൻ ടെൻഷൻ അടിച്ചിട്ടാണ് ഈ പ്രശ്നത്തിൽ ഉണ്ടാകുന്നത്. അപ്പം ഗിരീഷ് പറഞ്ഞ് ടെൻഷനൊന്നും അല്ല തമ്പി സാറേ, ഇതിനകത്ത് വേറൊരു കളിയുണ്ട് എന്ന് പറഞ്ഞു. എന്തുപറ്റി, അത് ഗുരുനിന്ദ കാണിച്ചതിൻ്റെ ആണ് അവനീ അനുഭവിക്കണമെന്ന് പറഞ്ഞു. എന്തൊരു ആ വെങ്കടേഷ് പാവം, അയാൾ ട്യൂൺ ചെയ്തിട്ടിരിക്കുമ്പോൾ അയാളെ കളിയാക്കിയില്ല ചെയ്തുകൊണ്ടിരുന്നു ഇത്രയും നേരം. അയാളിങ്ങനെ അയാളുടെ ആക്ഷനൊക്കെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അയാളെ കളിയാക്കുന്നില്ല. അയാൾ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, അയാളുടെ മനസ്സ് വേദനിക്കാതിരിക്കുമോ, ഒരു കാര്യം ചെയ്യ് സിദ്ദിഖ്, ഒരു ഇപ്പോഴോ വെച്ചൊരു ശപഥം ചെയ്യ്, ഇനി ഞാൻ SP വെങ്കടേഷിനെ കളിയാക്കില്ല, എന്നിട്ട് പോയി പാടാൻ പറഞ്ഞു. അവസാനം ഇതൊക്കെ തമാശയായിട്ട് എല്ലാവരും എടുത്ത് സിദ്ദിഖ് പറഞ്ഞ് കറക്റ്റാണ്, ഞാൻ ഇനി SP വെങ്കടേഷിനെ ഒരിക്കലും കളിയാക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഊണൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയി. ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയി. ഫസ്റ്റ് ടേക്കിൽ ഗംഭീരമായിട്ട് സിദ്ദിഖ് പാടുന്നു. SP വെങ്കടേഷ് ഭയങ്കരമായിട്ട് സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ച് ഒരു അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഗിരീഷ് പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞ എല്ലാം മരുന്ന് പലിച്ചത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ തിരുത്തൽവാദിയിൽ സിദ്ദിഖ് പാടി. ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത് ജഗദീഷും ശിവരഞ്ജിനി എന്ന് പറഞ്ഞൊരു നടിയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. മഞ്ചാടി ചോപ്പ് മിനുങ്ങുന്നുള്ള ഒരു രസകരമായ പാട്ടാണ്. അത് മറ്റ് പാട്ടുകളെല്ലാം നല്ലതാണ്. 4 പാട്ടും ഹിറ്റായി. ആ സമയത്ത് ആ പടത്തിന് ടൈറ്റിൽ ഫിക്സ് ചെയ്തിട്ടില്ല, എന്ത് ടൈറ്റിൽ ഇടണമെന്ന് ഇങ്ങനെ ആലോചന. അപ്പം ഈ മുദ്ര ശശി വന്നതിന് ശേഷമാണ് ടൈറ്റിലിനെ പറ്റിയൊക്കെ ആലോചനയും. ആ സമയത്ത് എറണാകുളത്താണ്, BTHലാണ് ഇതിൻ്റെ ബാക്കി വർക്കുകളും ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ BTHൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രം. അപ്പോൾ മിക്കവാറും ഞാൻ രാവിലെ എണീറ്റൊന്ന് ക്ഷേത്രത്തിൽ തൊഴാൻ പോകും. ഒരു ദിവസം തൊഴാൻ പോയപ്പോഴത്തേക്കും ആ സമയത്ത് അതിന് മുമ്പ് ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നൊരു ഇഷ്യൂ ആണ്. കോൺഗ്രസ്സിനകത്ത് ഈ 2 ഗ്രൂപ്പ്, കരുണാകരൻ ഗ്രൂപ്പും AK ആന്റണി ഗ്രൂപ്പും, കുറേ ആൾക്കാർ ഈ രമേശ് ചെന്നിത്തല, കാർത്തികേയൻ, ഷാനവാസ്, അങ്ങനെ കുറച്ച് ആൾക്കാർ തിരുത്തൽ വാദവുമായിട്ട്, അങ്ങനെ ഒരു പത്രങ്ങളിൽ നിന്നും തിരുത്തൽവാദവുമായിട്ട് വരുന്നു അങ്ങനെ. അപ്പം ഞങ്ങൾ ആലോചിച്ചു പടത്തിൻ്റെ പേര് തിരുത്തൽവാദി എന്നാക്കിയാലോ. അപ്പോൾ നോക്കിയപ്പോൾ ആ സമയത്ത് കറണ്ടായിട്ട് എല്ലാ ദിവസവും പത്രങ്ങളിൽ തിരുത്തൽവാദം എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഈ സിനിമയുടെ കഥയ്ക്ക് ഒരു ബന്ധമുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ ഒരു തിരുത്തൽ വരുത്തുകയാണ്, അയാളുടെ തീരുമാനങ്ങളിൽ തിരുത്തൽ വരുത്തുകയാണ്. അപ്പോൾ തിരുത്തൽവാദി എന്നുള്ള ഒരു ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇത് രാഷ്ട്രീയ സിനിമയാണോ തിരുത്തൽവാദി അപ്പോൾ വളരെ വളരെ കറണ്ടായിട്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഒരു ദിവസം ഇതുവരെ ഞാൻ എറണാകുളത്ത് അമ്പലത്തിൽ ഇങ്ങനെ തൊഴാൻ രാവിലെ പോയപ്പം നമ്മുടെ യശസ്വരീനായ പഴയ സ്പീക്കർ കാർത്തികേയൻ, അദ്ദേഹം തിരുത്തൽവാദി ഗ്രൂപ്പിലെ ഒരു പ്രധാന ആളാണ്, അദ്ദേഹം ക്ഷേത്രത്തിൽ തൊഴാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫ് എൻ്റെ ഭാര്യയുടെ ടീച്ചറും കൂടെയാണ്. എൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വളരെ അടുപ്പമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബപരമായിട്ട് അറിയാം. എൻ്റെ വിവാഹത്തിനൊക്കെ അദ്ദേഹവും ഭാര്യയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തൊഴിലിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ സമയത്ത് ഞാൻ എന്നെയും വിളിച്ച് തുടങ്ങി വന്ന്, ഇത് നമ്മുടെ കഥ വല്ലതും തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നത്, തിരുത്തൽവാദി? ഞാൻ അല്ലല്ല, അതിൻ്റെ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. അതിനിപ്പം വളരെ പ്രസൻറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതൊരു കോമഡി പടമാണ്. ഞങ്ങളിങ്ങനെ ഒരു ചർച്ച വന്നു, നമ്മുടെ സിനിമ നമ്മുടെ കഥകളും എല്ലാം എടുത്ത് ചെയ്യുകയാണോ എന്നൊക്കെ രമേശ് ചെന്നിത്തല എല്ലാം കൂടി ഇങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞു. ഞാൻ അല്ലല്ല, അതിൻ്റെ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതും ഒരു രസകരമായ സംഭവമായിരുന്നു. ആ തിരുത്തൽവാദി എന്ന സിനിമ റിലീസ് ചെയ്യുന്നു. അതൊരു വലിയ സൂപ്പർ ഹിറ്റായി മാറി. അത് എനിക്കൊന്ന് ജഗദീഷിനും സിദ്ദിഖിനും ഒക്കെ തന്നെ കുണുക്കെട്ട് കോഴി വേറൊരു ലെവലായിരുന്നെങ്കിൽ അതിനപ്പുറത്തെ ലെവലിലേക്ക് ഒരു പക്കാ ഹീറോ എന്നുള്ള ലെവലിലേക്ക് സിദ്ദിഖ് കടന്നു വന്നൊരു സിനിമ തിരുത്തൽവാദിയാണ്. അതിനകത്ത് കോമഡി മാത്രമല്ല, വളരെ സീരിയസ് ആയിട്ടൊരു സംഭവമുണ്ട്. അതുപോലെ ആ സമയത്ത് വേറൊരു സംഭവം കൂടെ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇനി പറയാതിരിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ജഗദീഷ് കുറേ പടങ്ങൾ ആ സമയത്ത് ചെയ്തിട്ട് ജഗദീഷ് നായകനായിട്ട് ഒത്തിരി പടങ്ങൾ വന്നു. ആ പല പടങ്ങളും കൊമേഴ്ഷ്യലി ഫെയിലിയറായി. ജഗദീഷിൻ്റെ മാർക്കറ്റ് പെട്ടെന്ന് അങ്ങ് ഡൗണായി. ഈ കുണുക്കെട്ട് കോഴിയെ കഴിഞ്ഞ് ജഗദീഷിന് ഭയങ്കര ഹൈപ്പ് കിട്ടി. അപ്പോൾ ഒരുപാട് പടങ്ങൾ, അപ്പം ഈ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് പടങ്ങൾ പുള്ളി ചെയ്തു. പല പടങ്ങളും തിയേറ്ററുകളിൽ ഫ്ലോപ്പായി. അപ്പോൾ ജഗദീഷിനെ തിയേറ്ററിൽ കണ്ടാൽ ജനങ്ങൾ കൂവുമെന്നുള്ളൊരവസ്ഥ സംജാതമായ സമയത്താണ് തിരുത്തൽവാദിയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. അപ്പോൾ അതുപോലെ തിരുത്തൽവാദിയുടെ ഇത് കഴിഞ്ഞ് നമ്മൾ മദ്രാസിൽ അന്ന് ഈ പടം കഴിഞ്ഞിട്ട് പ്രിവ്യൂ ഇടും. പ്രിവ്യൂ ഇട്ട് നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ എല്ലാം വിളിച്ച് കാണിച്ച് അവരുടെയൊക്കെ അഭിപ്രായം അത് അറിഞ്ഞിട്ട് നമുക്ക് സെൻസറും ഒക്കെ അന്ന് മദ്രാസിലാണ്. റീ റെക്കോർഡിങ് എല്ലാം പ്രധാനപ്പെട്ട നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കെല്ലാം മദ്രാസിലാണ്. അപ്പം ഈ ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ നേരെ മദ്രാസിൽ പോയി എഡിറ്റിംഗ് തൊട്ട് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്. അങ്ങനെ അതിലൊരു ജഗദീഷിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ സീനുണ്ട്. ജഗദീഷ് ഈ നടനാവാൻ വേണ്ടി നടക്കുന്നൊരു ക്യാരക്ടറാണ്. അങ്ങനെ പുള്ളി ഒരു ചെറിയൊരു ടെലിഫിലിം പോലെ ഒരു സീരിയൽ പോലെ ഒരു സംഭവത്തിൽ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ അങ്ങാടി എന്ന സിനിമയിൽ വളരെ പ്രസിദ്ധമായ ജയൻ്റെ ഒരു സീനുണ്ട്. ഈ ട്രോളി പുള്ളേഴ്സ് ഒരു ഡയലോഗ്, ഇംഗ്ലീഷ് ഡയലോഗും അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളൊരു സീനാണ്. ജഗദീഷ് ആ രീതിയിൽ ഒരു ഭയങ്കര ഇൻട്രഡക്ഷൻ ജഗദീഷിന് കൊടുത്തിട്ട് ജഗദീഷ് ഒരു ഭയങ്കര ഐസ് ക്യൂബൊക്കെ വലിയ ഐസ് കട്ട ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി തള്ളി എറിഞ്ഞിട്ട് അങ്ങനെ ഇൻട്രഡക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ഹീറോയിക് ഭയങ്കര ഒരു ആക്ഷൻ ഹീറോയിക് ഇൻട്രഡക്ഷനാണ്. പക്ഷേ വരുമ്പം ഹ്യൂമറാണ്. അത് ഷൂട്ടിംഗ് ആണെന്നുള്ളത് പിന്നെ വരുള്ളൂ. ആദ്യം കാണിക്കുമ്പോൾ വലിയൊരു ആക്ഷൻ ഹീറോയിക് ഇൻട്രഡക്ഷൻ കൊടുത്തു. അപ്പോൾ അതാണ് ജഗദീഷിൻ്റെ ഇൻട്രഡക്ഷൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ കല്ലു ഡെന്നീസൻ പ്രിവ്യൂ കാണാൻ വന്നു. അപ്പം ഡെന്നിസിന് ഇത്രയും ബിൽഡപ്പ് ചെയ്തെടുത്ത കാര്യം ഡെന്നിസിന് അറിയില്ല സീൻ. അപ്പോൾ ഡെന്നിസ് ഇങ്ങനെ അതിലൊരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലത്തെ ക്യാരക്ടർ അയാളുടെ. അപ്പോൾ അതിന് മുമ്പുള്ളൊരു ബിൽഡപ്പാണ് ഈ പറഞ്ഞു ഞാൻ. അപ്പോൾ ഡെന്നിസിന് ഈ പടം കണ്ടിട്ട് ഡെന്നിസൻ പ്രിവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വന്ന്, തമ്പി ആ ജഗദീഷിൻ്റെ സീൻ വെട്ടണം, ആ സിനിമ കാണിക്കാൻ പറ്റില്ല. ഞാൻ എന്തു പറ്റി? തമ്പി പടം കൂവും ആൾക്കാർ, പടം തുടങ്ങുന്നേ ഉള്ളൂ, പടം നല്ല പടം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് പടം, എന്തിനാ നശിപ്പിക്കുന്നതിനെ? ആ ജഗദീഷിനെ ആ സീനി കണ്ടാൽ ജനം എണീറ്റ് നിന്ന് കൂവും, ആ പടത്തിനെ ഭയങ്കര ദോഷം ചെയ്യും, അത് വെട്ടിക്കളയണമെന്ന് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നല്ല രസമാണ്. ഞാൻ ജനിച്ച ഒരു റിസ്ക് എടുത്തൂടെ? തമ്പി റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ്, ആ റിസ്ക് എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, കാര്യം ആ പടത്തിനെ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ ഒരു ആത്മവിശ്വാസം. ഞാൻ ഡെന്നിച്ചെന്ന് പറഞ്ഞു, ശരി ഡെന്നിച്ചാൽ നമുക്ക് മാറ്റാമെന്നാണ് പറഞ്ഞു. ഞാൻ മാറ്റിയില്ല, വെട്ടിയില്ല, ആ പടം റിലീസ് ചെയ്തു. അപ്പോൾ ജഗദീഷിന് വളരെ മോശം സമയം ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈ സീൻ ജഗദീഷിന് ഭയങ്കര കൈയടി നേടിക്കൊടുത്തു. അപ്പോൾ ജെന്നിച്ചെന്നെ വിളിച്ച് പറഞ്ഞു, താൻ്റെ അടുത്ത് വെട്ടാതെ പറഞ്ഞ് വെട്ടിയില്ലല്ലേ എന്ന്. ഞാൻ എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് തോന്നി. കാരണം അഥവാ ഇനി ആൾക്കാർ കൂവാനായിട്ട് തുടങ്ങിയാലും കൂവുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ കള്ളി പൊളിക്കുകയല്ലേ നമ്മൾ. അത് വെറുതെ ഇവനെ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഇവനെ കളിയാക്കുകയാണ്. ആ ഡയറക്ടറായിട്ട് അതിനെ അഭിനയിച്ച് എൻ്റെ അന്ന് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന VM വിനുവാണ്. വിനുവിനെ വലിയ ഡയറക്ടറായി മാറി. വിനുവാണ് അതിൽ ഡയറക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ആ തിരുത്തൽവാദി അന്ന് ആ സിനിമ ഭയങ്കര ഹിറ്റായി മാറി. അപ്പോൾ ജഗദീഷിന് വീണ്ടും ഒരു ലിഫ്റ്റായിരുന്നു ആ സിനിമ. അപ്പോൾ അതും ഞാൻ ആ തിരുത്തൽവാദി എന്നൊരു സിനിമയുടെ ഒരു ഇതാണ്. അപ്പോൾ ആ വർഷം 1992 സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ വിജയവർഷമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരു തിരിച്ചുവരവായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ മരണത്തിൻ്റെ വക്കത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു 92. എനിക്ക് എൻ്റെ ആദ്യത്തെ കുഞ്ഞെനിക്ക് ജനിക്കുന്നത് 92-ലാണ്. എൻ്റെ 4 സിനിമകൾ റിലീസ് ചെയ്ത ആണ്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് 92 എന്ന് പറയുന്ന വർഷം
എല്ലാം കൊണ്ടും എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വർഷമാണ്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അടുത്ത പുതിയ 2 സിനിമകൾക്ക് ഒരു കരാർ ഏർപ്പെടാനും 1992 കഴിഞ്ഞു. ആ 2 സിനിമകൾ സംഭവിച്ചത് 93-ലാണ്. ഒരു സിനിമ ജേർണലിസ്റ്റ് എന്നുള്ള സിനിമയാണ്. ഞാൻ അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സിനിമകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഒരു ആക്ഷനും ഒരു ഇൻവെസ്റ്റിഗേഷനും പിന്നെ കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയൊരു സിനിമയായിരുന്നു ജേർണലിസ്റ്റ്. 3 ചെറുപ്പക്കാരുടെ വ്യത്യസ്ത തുറയിൽപ്പെട്ട 3 ചെറുപ്പക്കാരുടെ കഥയാണ്. അതിൽ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, പിന്നെ മറ്റൊരു ബിസിനസ് മാനുണ്ട്. അങ്ങനെ 3 വ്യത്യസ്ത ചെറുപ്പക്കാരാണ്. അതിൽ സിദ്ദിഖും ജഗദീഷുമാണ് അതിലെ 2 കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ജേർണലിസ്റ്റിൻ്റെ കഥാപാത്രം ജഗദീഷും ആ ബിസിനസ് മാൻ്റെ കഥാപാത്രം സിദ്ദിഖുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു പോലീസ് ഓഫീസറുടെ കഥാപാത്രമുണ്ട്. അത് ത്രൂ ഔട്ട് വരുന്ന കഥാപാത്രമല്ല എങ്കിൽ പോലും ആ കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ, പക്ഷേ ആ കഥയുടെ ഒരു സമയം കഴിയുമ്പോൾ കഥയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കഥാപാത്രമാണ്. ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള പല രംഗങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ആ ക്യാരക്ടർ ആരെ വേണമെന്നിങ്ങനെ ആലോചിച്ചു, പല പേരുകളും ആലോചിച്ചു. ആ സമയത്താണ് ഒരുപാട് സിനിമകളിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ജയറാം. ഇടയ്ക്ക് ജയറാമും ഞാനായിട്ടൊരു ഗ്യാപ്പ് വന്നു. ജയറാം കുറേ സിനിമകളൊക്കെ ജയറാമിൻ്റെ ഫ്ലോപ്പായി. ജയറാം ഇങ്ങനെ ഒരു കയ്യിൽ അധികം സിനിമകളില്ലാതെ നിൽക്കുന്നൊരു സമയമായിരുന്നു ഞാൻ ഈ ജേർണലിസ്റ്റ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ജയറാമിനെ ഒരു കഥാപാത്രമായിട്ട് തിരിച്ച് കൊണ്ടുവരണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ജയറാമിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ വൺ ഓഫ് ദി ഹീറോയാണ്, ഇൻഡിപെൻഡൻറ്റ് ഹീറോ അല്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജയറാമിന് സമ്മതമായിരുന്നു. അതിലൊരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്, കോമഡിയൊന്നുമല്ല, കുറച്ച് സീരിയസ് ആയിട്ടൊരു ക്യാരക്ടറാണ്, കുറച്ച് ആക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ജയറാം ഏതാണ്ട് പറഞ്ഞൊരു കോമഡി ട്രെൻഡിൽ നിന്ന് മാറി ചെറിയൊരു ആക്ഷൻ ട്രെൻഡിലോട്ട് മാറിയതാണ് ജയറാമിന് ആ സമയത്തുണ്ടായ ഒരു അപജയവും. പക്ഷേ അപ്പോഴും പുള്ളി ഒരു കോമഡി അല്ല, ഇനി ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ക്യാരക്ടേഴ്സായിട്ട് പോകണമെന്ന് വല്ലാതെ മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടി ജയറാമിനെ ആ ഒരു ക്യാരക്ടറിന് ഫിക്സ് ചെയ്തു. ഇവരോടൊപ്പം സായി കുമാർ വേറൊരു വേഷത്തിലുണ്ടായിരുന്നു, നരേന്ദ്രപ്രസാദ്, അങ്ങനെ ഒരുപടി ജഗദീഷ് കുമാർ, അങ്ങനെ ഒരുപടി ആർട്ടിസ്റ്റുകൾ ആ സിനിമയിലുണ്ട്. അപ്പോൾ അതിൽ ഈ നമുക്ക് ചില സമയത്ത് നമ്മുടെ ഒരു സമയം മോശമാകുമ്പോൾ ചിലത് നല്ലത് പറഞ്ഞാലും ചിലത് നമുക്ക് ചീത്തയായി തോന്നും എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഞാൻ ജയറാമുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. അതിൻ്റെ ഈ ജേർണലിസം സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് പ്രധാന വില്ലൻ നരേന്ദ്രപ്രസാദാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുറേ ഗുണ്ടകളും അവരെ ഈ 3 ഹീറോസും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ് ക്ലൈമാക്സ്. അതായത് ജഗദീഷ്, സിദ്ദിഖ്, ജയറാം, അതോടൊപ്പം സായി കുമാറും ആ ക്ലൈമാക്സ് സീക്വൻസിൽ ഇവരോടൊപ്പം ചേരുന്നുണ്ട്. 4 പേർക്കും അന്ന് ഒരുവിധം മാർക്കറ്റുള്ള സമയമാണ്. സായി കുമാറും വളരെയധികം കയറി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ അതിൻ്റെ ക്ലൈമാക്സ് എടുക്കാൻ തീരുമാനിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിനകത്ത് കപ്പലിൻ്റെ റിപ്പയറിങ് നടക്കുന്ന ആ സ്ഥലത്ത് വെച്ചാണ് അതിൻ്റെ ക്ലൈമാക്സ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലൈമാക്സ് ഫൈറ്റാണ്. ഈ 4 ഹീറോസും ഉണ്ട്. അപ്പം ജയറാം പോലീസ് ഓഫീസർ ആയതുകൊണ്ടും ജയറാമിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടും, കാരണം ഇവർ എല്ലാത്തിലേക്കാളും ഒരു കുറച്ചൊരു ഹീറോയിക് ലെവൽ ഉള്ള ആൾ ജയറാമാണ്. അപ്പോൾ അതിൽ തമിഴിലെ ഒരു ഫൈറ്റർ, മെയിൻ ക്യാരക്ടർ, ഒരു വൺ ഓഫ് ദ ഫൈറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ മെയിൻ ഒരു ഫൈറ്ററായിട്ട് തമിഴിൽ നിന്നൊരു ഫൈറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളുമായിട്ടുള്ള നേരിട്ടുള്ള ഫൈറ്റ് ജയറാമിന് വയ്ക്കാമെന്നും മറ്റ് ഗുണ്ടകളുമായിട്ടൊക്കെ ഉള്ള ഫൈറ്റുകൾ മറ്റുള്ളവർക്കൊക്കെ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഞാൻ ഷിപ്പ്യാർഡിൽ വെച്ച് രാത്രിയാണ് ഈ ഫൈറ്റ്. അപ്പോൾ ഗ്രൂപ്പ് ഫൈറ്റിൽ എടുത്ത് തുടങ്ങി. ജയറാം വന്നു. അപ്പോൾ ജയറാമായിട്ടുള്ള പോർഷൻസ് ഞാൻ പറഞ്ഞു ശരി ഇതൊന്ന് തീരട്ടെ. അപ്പോൾ നമ്മൾ ജയറാമായിട്ട് വലിയ അടുപ്പമുണ്ട്, നല്ല ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. അപ്പോൾ ജയറാം പറഞ്ഞു ജയറാം കുറച്ച് ലേറ്റാവും, ജയറാം ഒരു കാര്യം ചെയ്യും,
കുറച്ച് റെസ്റ്റ് എടുക്കും. അപ്പം അപ്പം ഷിപ്പ് യാർഡിനകത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നുമില്ല, ഈ ഒരുപാട് ഈ വർക്ക്ഷോപ്പ് പോലെയുള്ള കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഒരു യൂണിറ്റ് വണ്ടിയുടെ ഉണ്ട്. അപ്പം നമ്മളൊരു സ്നേഹവും കൊണ്ടും ഒരു ബന്ധവും കൊണ്ടും ഞാൻ ജയറാം ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് വണ്ടിക്ക് അവിടെ കയറി കിടന്നു പോകുന്നു കുറച്ച് നേരം. അപ്പോഴത്തേക്ക് ഞാൻ സമയമാകുമ്പോൾ ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ വളരെ നമ്മളുടെ സ്നേഹബന്ധത്തിൻ്റെ പേരിലാണ് പറഞ്ഞത്. പക്ഷേ ഇത് ജയറാം എടുത്തത് വേറൊരു രീതിയിലാണ്. അയാൾക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് അയാൾക്കത് തോന്നി. സത്യം പറഞ്ഞാൽ ഞാൻ അയാളോട് പറഞ്ഞു യൂണിറ്റ് വണ്ടിയിൽ അങ്ങനെ കയറി കിടന്നോളാൻ പറഞ്ഞു. ഞാനൊരിക്കലും അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അവിടെ വേറെ അതിനുള്ള സൗകര്യങ്ങളില്ല. ഇപ്പോൾ കാരവൻ സംസ്കാരമൊക്കെ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ പിന്നെ വെറുതെ അവിടെ ഇരിക്കണ്ടല്ലോ എന്ന് ചോദിച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ ഞാനൊരു സുഹൃത്തെന്ന നിലയ്ക്കും വളരെ അടുപ്പമുള്ള വ്യക്തി എന്ന നിലയ്ക്കും പറഞ്ഞതാണ്. പക്ഷേ പുള്ളി അതിനെ വേറെ രീതിയിൽ എടുത്തു എന്ന് മാത്രമല്ല, പുള്ളി അപ്പം തന്നെ ഷൂട്ടിങ് നിൽക്കാതെ പൊക്കളഞ്ഞു. അത് ഞാൻ അറിയുന്ന കുറച്ച് നേരത്തിന് ശേഷമാണ്. ബാക്കിയെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിങ്ങനെ ജയറാം വയ്യ, സുഖമില്ല, ടയേർഡാണ്, ജയറാമിൻ്റെ പോർഷൻ പിന്നെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, ജയറാം അവിടെ വന്ന് നിന്നെല്ലാം ഭയങ്കര രസമായിട്ടൊക്കെ നിന്നാണല്ലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ. പിറ്റേ ദിവസമാണ് ഞാൻ അറിഞ്ഞത് ഇതാണ് കാരണം, ഇതുകൊണ്ടാണ് അത് ഇൻസൾട്ട് ചെയ്തു. പക്ഷെ അതെനിക്ക് വലിയ വിഷമമായി. പിന്നെ ജയറാമിനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചിട്ടേ ഇല്ല, ഞാൻ അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, വെറുതെ വഴിയിൽ ഈ കസേരയിൽ ഇരിക്കുന്നേക്കാളും ഒന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നോളൂ എന്ന് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അത് അവിടെ മാത്രമേ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ, വേറെ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ നമുക്കെല്ലാം ഇതായിട്ട് തോന്നും. ഒരിക്കലും ഞാൻ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഈ കാരവൻ സംസ്കാരത്തിൻ്റെ കാലമാണല്ലോ ഇപ്പം. നമ്മുടെ മലയാള സിനിമയിൽ ഇരിക്കുന്ന ആദ്യത്തെ ഒരു സൂപ്പർ ഡയറക്ടർ എന്ന് പറയുന്നത് എം കൃഷ്ണൻ നായർ സാറാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ 100 കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആരെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, പറയാം, പ്രേം നസീറാണത്. ഇടയ്ക്ക് ഒരു മാഗസീനിൽ വന്ന വളരെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫേമസ് ആയ ഒരു പടമുണ്ട്. ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ഉച്ചയ്ക്ക് ആ ഒരു ലെഷർ ടൈമിൽ ഭക്ഷണം കഴിച്ച സമയത്ത് ഡയറക്ടറും ഹീറോയും കൂടെ ഒരു കൈവരിയിൽ കിടക്കുന്നൊരു ഫോട്ടോയുണ്ട്. അതായത് നസീർ സാറ് ഇപ്പുറത്തോട്ട് തലവെച്ച് കിടക്കുന്നു, അതേ കൈവരിയിൽ കൃഷ്ണൻ നായർ സാറ് ഓപ്പോസിറ്റ് തലവെച്ച് കിടക്കുന്നു. ഒരു ഉച്ച ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് മയങ്ങുന്ന ഒരു സ്റ്റില്ലാണ്. ആരോ വന്ന് ആ സ്റ്റില്ലെടുത്തതാണ്, അന്നത്തെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സ്റ്റില്ലാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് സിനിമ വന്നത്. നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന്, ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് തമാശകൾ പറയുക. ഓരോ ഷോട്ട് കഴിയുമ്പോഴും ആ ഷോട്ട് കഴിഞ്ഞിട്ട് വന്നിരുന്ന് അപ്പോഴത്തെ കറണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്സ് ആണെങ്കിൽ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ മറ്റു തമാശകളാണെങ്കിൽ തമാശകൾ, അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അങ്ങനൊരു ഊഷ്മളമായൊരു ബന്ധമാണ് സിനിമയിലൊരു കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ തന്നെ പറഞ്ഞ ഒരാൾക്കൊരു മനസ്സിനൊരു വിഷമമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് നല്ലത് പറഞ്ഞാലും അത് തെറ്റായി എടുക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ജയറാമിന് രണ്ടാമത് വന്നു, ജയറാമിൻ്റെ പോർഷൻ മാത്രം സൈറ്റ് വേറെ എടുത്തു. അങ്ങനെ ആ പടത്തിൽ അഭിനയിച്ചു ജയറാം. അതിനുശേഷം പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് അടുത്ത ജയറാം അഭിനയിച്ചത്. ആ സിനിമ അങ്ങനെ ഒരു വലിയ സൂപ്പർ ഹിറ്റൊന്നും ആയില്ല, പക്ഷേ അത് തിരക്കേടില്ലാതെ ഓടിയ ഒരു സിനിമയായിരുന്നു. സിത്താര എന്ന് പറയുന്ന നടി കുറേ കാലത്തിന് ശേഷം തിരിച്ചു വന്ന സിനിമയാണ്. അങ്ങനെയൊക്കെ ഒരു ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയായി ജേർണലിസ്റ്റ് മാറി. അപ്പം ഭരതേട്ടൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന വീട്ടിലേക്ക് ഞാൻ ചെല്ലുന്നു. അപ്പം ഭരതേട്ടൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാൻ നിൽക്കുന്നു. ഞാൻ എന്തൊരു ഭരതേട്ടാ, അയ്യോ സാറേ. അപ്പോൾ അവരൊക്കെ അങ്ങനെയാണ്, വളരെ ബഹുമാനത്തോടെയാണ്. സാറേ ക്ഷമിക്കണം, എന്നെ ഒന്ന് ഒഴിവാക്കണം, എനിക്കിത് പറ്റില്ല. ഞാൻ ചോദിച്ചു എന്തു വരും ഭരതേട്ടാ, എന്താ പ്രശ്നം? ഭരതേട്ടൻ പറഞ്ഞില്ല, ഓക്കെ ആക്കിയതല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതല്ലേ, ഞാൻ ആ സീൻ എനിക്ക് വായിക്കാൻ തന്നു, അതിലെനിക്കൊരു വാക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല.